അങ്ങനെ നമ്മുടെ ആര്യൻ വല്ലാതെ വിഷമിച്ച് നമ്മുടെ മിത്രോട് ഓരോന്ന് പറയുന്ന സമയത്ത് അനുവിനെക്കുറിച്ച് പറയുന്ന സമയത്ത് നമ്മുടെ മിത്ര തീരുമാനിക്കുന്നുണ്ട് ഞാൻ പോയി അലോകിനോട് സംസാരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് അലോകിനോട് സംസാരിക്കാൻ പോകുന്നുണ്ട്. ആ സമയത്ത് അലോക് പറയുന്നുണ്ട് നീ ഞങ്ങളെ ചതിച്ചിട്ട് ദേവമംഗലത്തേക്ക് പോയവളല്ലടി, നീ എന്നോട് വർത്താനം പറയാൻ വരണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് മിത്രേനെ ആട്ടി വിടുന്നുണ്ട്. ഞാൻ എന്താച്ചാ ചെയ്തോളാം, അവളെ ഞാൻ ഇനിയും അവളെ ദ്രോഹിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ആട്ടി വിടുന്നുണ്ട് നമ്മളെ മിത്രേനെ. പിന്നെ കാണിക്കുന്നത് എന്തായാലും നമ്മുടെ അച്യുതനും ഏട്ടനും എല്ലാം മനസ്സിലാക്കേണ്ട സത്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് പറയുന്നുണ്ട് നമ്മുടെ അലോകിനോട്, നീ ബാലനോടുള്ള ദേഷ്യം നീ അനുവിനോട് തീർക്കരുത്. ഇവിടുന്ന് ഒരു പെണ്ണ് ബാലനെ വിശ്വസിച്ച് അങ്ങോട്ട് പോയിട്ടുണ്ട്, അതേപോലെയാണ് അനു അങ്ങോട്ട് വന്നത്. നിന്നെ വിശ്വസിച്ചിട്ട് നിന്നെ സ്നേഹിച്ചിട്ടാണ് വന്നത്, അതുകൊണ്ട് അവളെ നീ ഇങ്ങനെ വിഷമിപ്പിക്കരുത് വേദനിപ്പിക്കരുത് എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും അപ്പോഴേക്കും അലോകിനെ ചീത്ത പറയണത് കണ്ടിട്ട് നമ്മുടെ അനു ഓടി വന്നിട്ട് ഇല്ല വല്യച്ഛാ ഞങ്ങളൊക്കെ നല്ല സ്നേഹത്തിലാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ സ്നേഹത്തോട് പറഞ്ഞു. എന്നിട്ട് അവനോട് പറയുന്നുണ്ട് ഞാൻ എൻ്റെ മനസ്സിലുള്ളതൊക്കെ ദേഷ്യമൊക്കെ ഞാൻ നിന്നോട് തീർത്തിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട് നമ്മുടെ അലോകിനോട്. പിന്നെ കാണിക്കണത് നമ്മുടെ ദേവമംഗലത്തിൽ എല്ലാവരും ഇന്ന് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നമ്മുടെ അനുവിനെ കല്യാണം കഴിക്കാൻ തീരുമാനിച്ച ആൾക്കാർ വന്നിട്ട് നഷ്ടപരിഹാരം ചോദിക്കുന്നുണ്ട്. ഞങ്ങളെ അപമാനിച്ചതിന് ഞങ്ങൾക്ക് 1 കോടി രൂപ നഷ്ടപരിഹാരം വേണമെന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് ബാലൻ ചോദിക്കുന്നുണ്ട് 1 കോടി രൂപ അതെ, അല്ലെങ്കിൽ ഞങ്ങൾ കേസിനായിട്ട് മുന്നോട്ട് പോകും, മാനനഷ്ടത്തിനെതിരെ കേസിന് പോവും. അപ്പം ഞങ്ങൾക്ക് 1 കോടിയല്ല, ഞങ്ങൾ ചോദിക്കുന്ന പൈസ നിങ്ങൾക്ക് തരേണ്ടി വരും, അതുകൊണ്ട് ഇപ്പം നിങ്ങൾ തൽക്കാലം 1 കോടി രൂപ തന്നിട്ട് ഞങ്ങളെ ഒഴിവാക്കായിരിക്കും നല്ലത് എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കുന്നത്.